പറ. ഹലോ, നമ്മളെവിടെ പോവാ? മണ്ടിയിലോ? ഏത് മണ്ടിയില്? എവിടെ കാണാൻ പോകുന്ന? എമ്പുരാൻ. ഞങ്ങൾ എവിടെ പോവാന്നറിയോ? ഞങ്ങൾ സിനിമ കാണാൻ പോവാ. എമ്പുരാൻ സിനിമ കാണാൻ പോവാ. അത് ചണ്ഡീഗറില്. എമ്പുരാൻ. എമ്പുരാൻ. ഹലോ വസു, നമ്മൾ എവിടെ പോവാ? എവിടെ പോവാ? ബസ്സിനെ അകത്ത് കയറ്റിയില്ലെങ്കിൽ നീ കുഞ്ഞിനെ വിളിച്ചോണ്ട് കാറി പോയി. ഞങ്ങൾ ഒരു സിനിമ ഇങ്ങോട്ട് വങ്ങോട്ടോ. അച്ഛൻ്റെ അടുത്ത് പോകണ്ട, ഇപ്പൊ പോകണ്ട, ഇവിടെ ഇരിക്കും. ഒരു മിനിറ്റ്. PKR ആരാ വിളക്കുട്ടി? PKR ഹിന്ദി നടനല്ലേ? പേരറിയാം. മഞ്ജു വാര്യരുടെ ടോവിനോ ആരാ? അത് രണ്ടാമത്തെ മോനായിരിക്കും. സ്റ്റീഫൻ ആരാ? ഓ, എല്ലാം അറിയാം. സായികുമാറോ? സായികുമാർ ഒരു അതല്ലേ, എന്താ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അപ്കമിങ് മെമ്പർ. വിവേക് ഒബ്രോയോ? അത് മഞ്ജു വാര്യരുടെ ഭർത്താവ്. 7:15 ഷോ ആണ്. ഇപ്പൊ ടൈം 7:15 ആകണു. ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ്. എന്താ വിളക്കുട്ടി, നിങ്ങക്ക് നേരത്തെ റെഡിയൊക്കെ ഇറങ്ങിക്കൂടെ? ഞാൻ ഭയങ്കര സമയം എടുക്കും റെഡിയാവാൻ. വെരി ബാഡ്. ഞങ്ങൾ എമ്പുരാൻ കാണാൻ വന്നേക്കുന്നത് ചണ്ഡീഗഡിലെ സെൻട്ര മോളിലാണ്. ഈ മോളിൻ്റെ അവസ്ഥ എറണാകുളത്തെ ഒബ്രോണും ഗോൾസുക്കും പോലെ തന്നെയാണ്. ലുലു വന്നപ്പോൾ ഈ രണ്ട് മോളും ഓൾമോസ്റ്റ് ഇല്ലാണ്ടായില്ലേ? അതേപോലെ തന്നെ എലാൻ്റെ മോള് ചണ്ഡീഗഡ് വന്നപ്പോൾ സെൻട്ര മോളും തകർന്നു പോയി. വിരലിൽ ഉണ്ടാവുന്ന കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ PVRും. ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി മാത്രമേ ഇവിടെ വരാറുള്ളൂ. ബേബി, വസുവിൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് അല്ലേ? അല്ലേ വസു? ബേബി ഇങ്ങോട്ട് നോക്കണേ. ഓക്കേ. ചേച്ചി, എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ്? എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോഹൻലാൽ അപ്പുറം കുറിച്ച് ആൾക്കാർ പറയണ പോലെ നല്ലതായിരുന്നു. ഇപ്പൊ അല്ലേ സ്റ്റാർട്ട് ആയേ. വസു വാവേ, അയ്യോ അയ്യോ വാവേ വാ. ഞങ്ങൾ സെക്കൻഡ് ഹാഫ് കാണാൻ കയറുവാണേ. എങ്ങനെയുണ്ട് സിനിമ? പക്ഷെ അത്ര ഫീൽ വന്നില്ല കണ്ടിട്ട്. സിനിമ എങ്ങനെയുണ്ട്? ആ അതന്നെ, റിവ്യൂനെക്കാളൊക്കെ ഭേദമായിരുന്നു. Looking forward for the third part. പറ.
മലയാളി പിള്ളേരത്. എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല ഈ പ്രൊമോഷൻ കണക്കൊന്നും അത്ര ഇതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ മോശമല്ലായിരുന്നോ? അതാ പറഞ്ഞ കുറച്ചൊക്കെ ഇത് വരണമായിരുന്നു. പിന്നെ ഷോർ ഇച്ചിരിയും കൂടെ കുറയ്ക്കണമായിരുന്നു. അത് തിയേറ്ററിൻ്റെ ആയിരിക്കാം, തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമായിരുന്നു. ഈ പൃഥ്വിരാജ് ആർട്ടിഫിഷ്യൽ ഇടി ഇടിച്ചത് അത്ര ഒരു സുഖം വന്നില്ല ആ ഇടി. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇപ്പം സമ്മറൊക്കെ തുടങ്ങി, വിൻ്റർ ഏകദേശമൊക്കെ തീർന്നു. പക്ഷെ ഇന്ന് രാത്രി നല്ല കാറ്റ്, തണുത്ത കാറ്റ്. പറ വിഷു ഒന്ന് എന്ന് പറയണം റിവ്യൂ. നിന്റെ അഭിപ്രായം मूवी कैसी अच्छी लगी? मूवी कैसी लगी? ചേച്ചി ഹിന്ദി ചോദിക്കണം. आपको मूवी कैसी लगी? लगा ये सब आप वीडियो इल्लिल्ला। नहीं फिर दोबारा वीडियो हटा के ऑन तो करो. आपने तो ऑन ही नहीं किया वीडियो. ठीक है, आप बेवकूफ बना रहे जी. ചെയ്ത് പറ എങ്ങനെ आपको मूवी कैसे लगा? मूवी में मुझे आइडिया था कि थोड़ा केरला सेंट्रिक मूवी होगी, जो नहीं थी. ज्यादा ही बाहर के लोकेशन यूज किए हुए थे. ठीक है, मोहनलाल बहुत बड़ा गैंगस्टर था मूवी, पर फिर भी थोड़ा केरला का ज्यादा होना चाहिए था. ये मंजू वारियर और उनकी पार्टी के थोड़े और होने चाहिए थे सीन्स. അത് കറക്റ്റ്, അത് എനിക്ക് തോന്നിയായിരുന്നു. അല്ല, ഇവർക്ക് ഇത്രയും കൂടി നന്നാക്കായിരുന്നു സിനിമ, സത്യം പറഞ്ഞല്ലേ. അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇച്ചിരി ബിഗ് ആക്കി കാണിച്ച്, അല്ലേ, കേരളമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ പിന്നെ രസമായേനെ. കേരളത്തിനെ ഇച്ചിരി കാണിച്ചത് പറയുന്നത് വെള്ളം അവനെ ബോംബിട്ട് വെള്ളം പൊക്കേറ്റി കളയുമെന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ അതും കൊണ്ട് ബോംബ് വെച്ചാ പൊട്ടി തീരുന്നില്ല. थोड़ा सा बारिश होता है तो पानी भर जाता है. मैंने बॉम्ब डैम फोड़ दिया तो डैम में बॉम्ब लगा दिया तो. അതാ പറഞ്ഞത്. അത് തന്നെ അവൻ അന്നേരം അത് പറയും, നമ്മളെ ബോംബിട്ട് പൊട്ടിച്ച് കാണിക്കുന്നത്. वो सूरज उसको है ना थोड़ा सा जोक देना चाहिए था. അവന്റെ റോൾ ഒട്ടും ഇല്ലായിരുന്നു. കോമഡി കുറച്ച് റോൾ ഉണ്ടായിരുന്നു. कॉमेडी का चांस तो था लेकिन बस खत्म कर दिया. ഞാൻ വിചാരിച്ച അവസാനം വന്ന് വെടിവെക്കണത് മറ്റേ പയ്യനാണ്. कॉमेडी बोलना चाहिए था. बीच बीच में कॉमेडी बोलना चाहिए था. आप हिंदी बोल के कॉमेडी न करो, मलयालम ആക്ച്വലി നീ കൂടുതൽ പറഞ്ഞ ഇത് കട്ട് ചെയ്യോ എന്തായാലും. അയ്യോ, എന്തായാലും അവന്റെ ഹിന്ദി വെള്ളാണ്. അതിന് നല്ലപോലെ ഇല്ലായാലും പറഞ്ഞു ടോവിനെ പറഞ്ഞു ഹിന്ദിയിൽ അടിപൊളിയായിട്ട്. മോഹൻലാലിനൊക്കെ നല്ലപോലെ ടോവിനെ പറഞ്ഞത്. ഏറ്റവും നല്ലത് പൃഥ്വിരാജ്, ഏറ്റവും നല്ല ബജ്രംഗി. ബജ്രംഗി അടിപൊളിയായിട്ട്. ഹിന്ദി ബജ്രംഗി വർഷം ഗുണ്ട. അത് അടിപൊളിയായിരുന്നു. പുള്ളി ഗുണ്ട അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുണ്ട ഇതിലും ഗുണ്ടായിട്ടല്ലേ അവൻ വരുന്നത് എപ്പോഴും. ബജ്രംഗി അതിന്റെ മുന്നേ ആയിട്ട് എതിരിക്കും അവൻ. കഷ്ടം പാവത്ത. അയ്യോ, ഏറ്റവും അവസാനം കണ്ണും ചുണ്ടും എല്ലാം പൊട്ടിപ്പറിഞ്ഞു. അതൊരു നല്ല സീനാണ്. അയ്യോ, കൈ മണിക്കുട്ടൻ. ഞാൻ വിചാരിച്ചേ ഇനി ഈ വെടിവെച്ച് കൊല്ലണത് മണിക്കുട്ടൻ എങ്ങാനും ആയിരിക്കും. മറ്റേ കാർത്തിക് എന്ന് പറഞ്ഞ മനുഷ്യന്. गाड़ी चलाते मनुष्य तू सच में मेरा समझ नहीं आता, तू कैसे करेगा? എല്ലാവർക്കും ചിരിച്ച റോള് കൊടുത്തു. അതെ, ഒരുപാട് പേരെ വെജിറ്റബിൾ എല്ലാം കൂടെ അവിയലിനകത്ത് കണ്ടിച്ചിടുന്ന കണക്ക് ഒത്തിരി പേരെ ഇട്ടിട്ടുണ്ട്. क्या बोल रही है?